ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തിനാ രാധേ കോടാനുകോടിയുടെ സ്വത്തും മണിമാളിയും കാറും ഒക്കെ? ഇതുപോലെ സൽസ്വഭാവിയായ ഒരു മകനെ കിട്ടിയതിലപ്പുറം ലോട്ടറി വേറെ വല്ലതുണ്ടോ? എന്നിട്ട് അവള് മകനെ കുറ്റപ്പെടുത്തുന്നു. എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, ഒരു പ്രശ്നമില്ലടാ. അല്ല, ഇപ്പൊ പേടിച്ച വൈകുന്നേരം ഇങ്ങോട്ട് കേറി വരുന്ന. പ്രശ്നങ്ങൾ ഇല്ലാത്തതാ ഇന്നത്തെ ഇവിടുത്തെ പ്രശ്നം. വേറൊരു കാര്യം പറയാനുണ്ട്. നാളെ നിന്നെ പിറന്നാളാ. പതിവ് പോലെ അമ്മ നിന്നെ അമ്പലത്തിൽ കൊണ്ടുവന്ന് കരുതിയതാ. പക്ഷെ അവൾക്കതിന് താല്പര്യമില്ല. അമ്മയ്ക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട. അമ്മയ്ക്കിപ്പൊ ഞാൻ ആരും അല്ലല്ലോ. നീ വിഷമിക്കണ്ട. അമ്മയില്ലെങ്കിൽ ഭാര്യയുണ്ട് നിന്റെ കൂടെ. മോള് കൂടെ വന്ന് വഴിപാടുകളൊക്കെ കഴിപ്പിക്കാമെന്നാ പറയണ. എന്താ നിന്റെ അഭിപ്രായം? അതിനെന്താ, ഞാനും മാഡം കൂടി രാവിലെ അമ്പലത്തിൽ പൊക്കോളാം. ഇണക്കമുള്ളവരുടെ കൂടെ പോകുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ഇണക്കമുള്ളവരുടെ കൂടെ പോകുന്നതാ. മാഡം, നമുക്ക് രാവിലെ അമ്പലത്തിൽ പോവാം മാഡം. മോളിയല്ലേ? നീ വാടി. എടാ ഒന്ന് നില്ലടാ, ഞാനും ഉണ്ട്. എന്റെ പൊന്നുപോലെ എന്നെ നിന്നാക്കില്ല. എന്റെ ജീവനവൻ. എന്റെ ഹൃദയം കീറി മുറിയുന്ന വേദന. അവനിങ്ങനെ അകലാൻ ഞാൻ തന്നെയല്ലേ കാരണക്കാരി? രാധേ, എടി രാധമ്മേ, എടീ, നീ എന്തിനാ കരയണത്? നിന്റെ കരച്ചില് കേട്ടാ എനിക്ക് സ്വസ്ഥതയും സമാധാനം ഉണ്ടാവോ? എനിക്ക് ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റുമോ? നീ എന്തിനെ കരയണെന്ന് വെച്ചാ പറ. എന്റെ മകനാണെന്ന് ഓർത്ത് അഹങ്കരിച്ചിരുന്നതാ ഞാൻ. ആ അഹങ്കാരത്തിന് ദൈവം എനിക്കെന്ന ശിക്ഷയായത്. അവനിപ്പോ അവന്റെ ഭാര്യ പറയുന്ന വേദവാക്യം. എടീ, നീ ഇത്ര ചീപ്പാവല്ലേടി. അമ്മായിയമ്മ എന്ന വർഗം ഉണ്ടായ കാലം മുതൽ കേൾക്കുന്നതാ ഈ വാക്ക്. ഞാൻ ഇനി ഒരിക്കലും അവനോട് മിണ്ടില്ല. ആ, നീ മിണ്ടണ്ട. ഒരിക്കലും മിണ്ടാതാകുമ്പോ അവൻ നിന്നോടകലും. നിന്റെ മുഖത്ത് പോലും നോക്കാതാവും. നിന്റെ അവഗണന കൂടുന്തോറും അവന്റെ പരിഗണന കുറയും. എടേ, ഈ സ്നേഹം എന്ന സാധനം കൊടുക്കാനുള്ളതാ, ഇരട്ടിയായി തിരിച്ചു വാങ്ങാനുള്ളതാ. നീ അവനെ സ്നേഹിക്കുന്നില്ല എന്ന് അവന് തോന്നുമ്പോ സ്വാഭാവികമായും അവൻ നിന്നിൽ നിന്ന് അകന്നുപോകും. സ്നേഹം കിട്ടുന്നിടത്തേക്ക് അവന്റെ മനസ്സറിയാതെ ഓടിപ്പോകും. അവനിപ്പോ ഷെയർ ചെയ്യാനും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒക്കെ അവനൊരു ഫ്രണ്ടുണ്ട്, അവന്റെ ഭാര്യ. അവര് ഇണയും തുണയുമായി ഒരു കൊച്ചു ലോകം കെട്ടിപ്പടുക്കും. നീ പുറത്താവിൻ്റെ അതെ. അവൻ ഭാര്യ സ്നേഹിച്ച് ജീവിച്ചോട്ടെ, അമ്മയെ വേണ്ടല്ലോ. നീ ഇപ്പൊ പറഞ്ഞതിന് കുശുമ്പും അസൂയ എന്നൊക്കെ അർത്ഥമുണ്ട്. എന്റെ മുമ്പിലിരുന്നോണ്ട് നീ ഇങ്ങനെയൊന്നും പറയല്ലേ.
കാരണം നിന്റെ മനസ്സ് വായിക്കാൻ എനിക്ക് കണ്ണടയൊന്നും വേണ്ടടി. നീ എന്താണെന്ന് നിന്നെക്കാളേറെ എനിക്കറിയാം. ഒരു കടലോളം സ്നേഹം നിനക്ക് നിന്റെ മകനോടുണ്ടെന്ന് എനിക്കറിയാം. അതിപ്പോ കുറേശ്ശെ കുറേശ്ശെ ഋതുമോൾക്ക് ഷെയർ ചെയ്ത് പോകുന്നതിന്റെ അസൂയ നിനക്കുണ്ടെന്ന് എനിക്കറിയാം. പണ്ടേ ഒരു സിനിമയിൽ പറയുന്ന പോലെ, എന്തിനാ രാധമ്മേ ഈ പ്രഹസനം? ഞാൻ എന്ത് ചെയ്താലും നിങ്ങൾക്കത് പ്രഹസനമായിട്ട് തോന്നും. നീ എന്തിനാടി നിന്റെ മകനെ ശത്രുവാക്കുന്നത്? അവൻ എന്ത് തെറ്റാ ചെയ്തത്? പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന കാലം മുതല് കോളേജിൽ നിന്ന് പിരിയുന്നത് വരെ അവൻ ഏതെങ്കിലും പെണ്ണുങ്ങളെ പ്രേമിച്ചിട്ടുണ്ടോ? അതോ കൂട്ടുകൂടി മദ്യവും മയക്കുമരുന്നും കഴിച്ച് നടന്നോ? എടീ, കുടുംബത്തിൽ തലവേദന ഉണ്ടാക്കിയോ? നിത്യവും അവൻ കണ്ടുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയെ അവളുടെ മാതാപിതാക്കളുടെ അനുമതിയോടെ അവൻ കല്യാണം കഴിച്ചു. എടീ, അതൊരു തെറ്റാണോ? അതും സാധാരണക്കാർക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ഒരു തറവാട്ടിൽ നിന്ന്. അവൻ അങ്ങോട്ട് കയറി പ്രേമിച്ചൊന്നുമല്ലല്ലോ. പെൺകുട്ടിക്ക് അവനെ ഇഷ്ടമായതുകൊണ്ട് അവളാണ് അതിന് മുൻകൈ എടുത്തത്. നീ വളർത്തിയ നിന്റെ മകന്റെ സ്വഭാവം മനസ്സിലാക്കിയ പെണ്ണിന്റെ രക്ഷകർത്താക്കള് ഇങ്ങോട്ട് വന്ന് ആലോചിച്ച കല്യാണം ഇത്. അല്ലാതെ പ്രേമം മൂത്ത് അവളെ തട്ടിക്കൊണ്ടുവന്നൊന്നുമല്ല. എന്തിനാ രാധേ കോടാനുകോടിയുടെ സ്വത്തും മണിമാളിയും കാറും ഒക്കെ? ഇതുപോലെ സൽസ്വഭാവിയായ ഒരു മകനെ കിട്ടിയതിലപ്പുറം ലോട്ടറി വേറെ വല്ലതുണ്ടോ? എന്നിട്ട് അവള് മകനെ കുറ്റപ്പെടുത്തുന്നു. എടേ, നീ ദൈവത്തിന് നന്ദി പറയണം. ഇത്രയും നല്ലൊരു മകനെ തന്നതിന് ഒരു ജന്മം മുഴുവൻ നന്ദി പറഞ്ഞാലും മതിയാവില്ലടി. നാളെ അവന്റെ പിറന്നാളാ. അവന് ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് നീ നല്ല മനസ്സോടെ കിടന്നുറങ്ങാൻ നോക്ക്. അതെ, അമ്മയായാ പോരാ, അമ്മയുടെ നന്മ കൂടി മറക്കാതിരിക്കണം. ഇനി ഞാനും നീയും തമ്മിൽ സംസാരിച്ച ഒട്ടനുടക്കാവും. അതുകൊണ്ട് നിന്നോട് വഴക്കിടാൻ എനിക്ക് മനസ്സില്ല.